അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് പേർ സ്ത്രീകൾക്കും പെൺമക്കൾക്കും കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു വലിയൊരു ആഗ്രഹമായിരിക്കും പെർഫെക്റ്റ് മുസ്ലിമായിട്ട് മാറണമെന്ന്. അള്ളാഹുവിനെ സന്തോഷിപ്പിക്കണം, ഹലാലായ സ്വപ്നങ്ങളൊക്കെ കൈവരിക്കണം, ഒടുവിൽ ജന്നത്ത് നേടണം. പക്ഷെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നമ്മളെ തടസ്സപ്പെടുത്തുന്നു. ഇന്ന് ആ പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളും നോക്കാം. പലരും പറയുന്ന ഒരു കാര്യമാണ് സമയം കിട്ടുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഉം, നമസ്കാരം മിസ്സായി ഒക്കെ. അപ്പം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമസ്കാരത്തിന് സമയത്തന്നെ എഴുന്നേറ്റ് സമയ നമസ്കാരത്തിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കുക, മുൻഗണന കൊടുക്കുക. നമ്മുടെ ലൈഫിൽ നിസ്കാരാണ് വലുത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ശേഷമേ ഉള്ളൂ എന്നുള്ള മുൻഗണന നിസ്കാരത്തിന് കൊടുക്കുക. അപ്പം ഫസ്റ്റ് തന്നെ എല്ലാ നിസ്കാരവും അതിന്റെ ഫസ്റ്റ് ടൈമിൽ നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫസ്റ്റ് ചെറിയ സ്റ്റെപ്പ് എടുക്കുക. ആദ്യം സുബ്ഹ്, സ്ട്രോങ്ലി സുബ്ഹ് ആ കറക്റ്റ് ടൈമിൽ നിസ്കരിക്കുക. അതുപോലെ പിന്നെ ളുഹറിനെ കറക്റ്റ് ടൈമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ പടിപടിയായിട്ട് നമ്മുടെ നിസ്കാരത്തിന്റെ ടൈമുകൾ നമ്മൾ കറക്റ്റ് ആക്കാൻ ശ്രമിക്കുക. പിന്നെയുള്ള പ്രശ്നമാണ് ഖുർആൻ വായിക്കാൻ സമയം കിട്ടാത്തത്. ബിസിയാണ്, ഖുർആൻ ഒരു പേജൊക്കെ പഠിക്കാൻ കഴിയുന്നില്ല. ദിവസം കുറഞ്ഞത് 5 യാത്രയിലോ ബ്രേക്കിലോ വായിക്കാം. മെല്ലെ മെല്ലെ ഇതൊരു ഫീലായിക്കോളും. അപ്പം ഈ ഖുർആൻ വിത്തൗട്ട് എ ഡേ ബ്രേക്ക് നമുക്ക് പിന്നെ ഒരു ഖുർആൻ ഇല്ലാത്ത ഒരു ദിവസം ഒരു ബുദ്ധിമുട്ടായി തോന്നി തുടങ്ങും. അപ്പം ഫസ്റ്റ് തന്നെ ഒരുപാട് പേജുകൾ പഠിക്കണം അല്ലെങ്കിൽ വായിക്കണം, ഓതണം എന്നുള്ളതല്ലാതെ കുറേശ്ശെ വായിച്ച് ഒരു ശീലമാക്കി മാറ്റി കൊണ്ടുവരാം. പിന്നെയുള്ള പ്രശ്നമാണ് മനസ്സിന്റെ ബുദ്ധിമുട്ടുകൾ, സ്ട്രെസ്. പല സഹോദരിമാരും ഡിപ്രഷൻ, ആൻസൈറ്റി, ഫാമിലി സ്ട്രെസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തളർന്നു പോകുന്നുണ്ട്. ദിനം പ്രതി ഇസ്തിഗ്ഫാർ, മോർണിംഗ് ഈവനിങ് അസ്കാർ, ഹെൽത്ത് കെയർ, സിമ്പിൾ എക്സസൈസ്, നല്ല ഭക്ഷണം, ടൈം മാനേജ്മെന്റ്, ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയാൽ നമ്മുടെ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് മോശം കമ്പനി, സോഷ്യൽ മീഡിയ. സമയം പാഴാക്കുന്ന കൂട്ടുകാരും സോഷ്യൽ മീഡിയ അഡിക്ഷനും ഒരുപാടുള്ള സമയമാണ്. ഒരുപാട് പേർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല മാർഗം നല്ല കൂട്ടുകാരെ കണ്ടെത്തുക. സോഷ്യൽ മീഡിയക്ക് സമയം ലിമിറ്റ് ചെയ്യാം. നല്ല കൂട്ടുകാരെ കണ്ടെത്തി ജന്നത്തിലേക്കുള്ള കൂട്ടുകാരാക്കി മാറ്റുക. അവരെ കൂടെ നമ്മളും അല്ലെങ്കിൽ നമ്മളെ കൂടെ അവരും ജന്നത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള കൂട്ടുകാരെ കണ്ടെത്തി അവരുമായിട്ട് സമയം ചെലവഴിക്കുക. നമുക്ക് ഈ ലോകത്തെ എല്ലാവരും സ്വർഗത്തിലേക്കുള്ളവരാണ് അല്ലെങ്കിൽ എല്ലാവരും അള്ളാഹിനോട് അടുത്തവരാണ് എന്ന് പറയാൻ പറ്റൂല, അല്ലേ? നമുക്ക് നമ്മുടേതായ വ്യക്തിത്വങ്ങളുണ്ട് ഓരോരുത്തർക്കും. അപ്പം നമ്മള് അതിൽ ചൂസ് ചെയ്യാം. എനിക്ക് ഇന്ന കൂട്ടുകാരാണ് ബെസ്റ്റ്, അവരാണ് കൂടുതൽ അള്ളാഹുലേക്ക് എടുക്കാൻ വേണ്ടി ഇന്നെ സഹായിക്കുന്നത്. നമ്മളെ ആരാണോ സഹായിക്കുന്നത് അവരെ കൂട്ടുകാരാക്കുക. അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ആരാണോ നമ്മളെ സഹായിക്കുന്നത് അവരെ കൂടുതൽ നല്ല കൂട്ടുകാരാക്കുക. പിന്നെ സോഷ്യൽ മീഡിയക്ക് സമയം ലിമിറ്റ് വെക്കുക. അതുപോലെ സോഷ്യൽ മീഡിയയിൽ റീൽസ് കാണുന്നത് ഒഴിവാക്കിയിട്ട് സെർച്ച് ചെയ്ത് കാണുക. നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് സെർച്ച് ചെയ്തിട്ട് അത് മാത്രം കാണാൻ ശ്രമിക്കാം. റീൽസ് ആകുമ്പോൾ അവരെന്തൊക്കെ സജസ്റ്റ് ചെയ്യുന്നു അതെല്ലാം നമ്മൾ കാണേണ്ടി വരാണ്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഇസ്ലാമിക് കണ്ടന്റ്, പ്രൊഡക്റ്റീവ് വീഡിയോസ് മാത്രം കാണുന്ന രീതിയിലേക്ക് മാറുക. പിന്നെയുള്ള പ്രശ്നം പഠനം, ജോലി, ബിസിനസ്, കുടുംബം എല്ലാം കൂടി ചെയ്യുമ്പോൾ ദീന് മിസ്സാവുന്നുണ്ട്. അതിനുള്ള ഒരു സൊല്യൂഷനാണ് ബാലൻസ് ചെയ്യാൻ, പ്ലാനർ, ട്രാക്കർ എന്നൊക്കെ പറയും. ദീനും ദുനിയാവും എല്ലാതും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനർ, ട്രാക്കറൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ അവസാനം നമുക്ക് ബെസ്റ്റ് മുസ്ലിം ആവാനുള്ള ട്രാക്കർ കാണിക്കുന്നുണ്ട് കേട്ടോ.
പിന്നെയുള്ള കാര്യം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടിയെന്ന് വിചാരിച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഓരോ നിമിഷവും അള്ളാഹുവിന് ഉള്ള ഇബാദത്തായിട്ട് മാറ്റി എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ നിയത്ത് ചെയ്യാൻ ഇപ്പം വീട്ടമ്മമാരാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു, നിന്റെ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് വീട് വൃത്തിയാക്കുന്നു, നിന്റെ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് വസ്ത്രങ്ങൾ അലക്കുന്നു. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് ചെയ്യാം. അപ്പം മക്കളെ നോക്കുകയാണെങ്കിൽ നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് മക്കളെ നോക്കുന്നു, നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് കുടുംബം നോക്കുന്നു, നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്നു. ഇങ്ങനെ എല്ലാതും അള്ളാഹിന്റെ പ്രതിഫലം കിട്ടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാം. പിന്നെ പെർഫെക്റ്റ് മുസ്ലിമാന്ന് പറയുന്നത് ഫ്ലോലെസ് ആകണം എന്നാണ് അർത്ഥമല്ല. നമുക്ക് പെട്ടെന്ന് കഴിയണം, അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നേരെ പെർഫെക്റ്റ് മുസ്ലിം ആവണം, ഇങ്ങനെ കഴിയൂല. ദിവസം ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ നമ്മുടെ നീയത്ത് ശരിയാക്കി അള്ളാഹുവിൽ അഭയം തേടി മുന്നോട്ട് പോവുക. അതാണ് പെർഫെക്റ്റ് മുസ്ലിമയുടെ വഴി. ഒടുവിൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജന്നത്താണ്. അപ്പം പെർഫെക്റ്റ് മുസ്ലിമിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റുട്ടീൻ എനിക്ക് തരാൻ കഴിയുന്ന, പക്ഷെ ഞാൻ നമ്മുടെ ഇന്നത്തെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്യണം, അതുപോലെ നമ്മളെ നോക്കേണ്ട ട്രാക്ടർ, ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ദുആ ചെയ്യാൻ പറ്റും എപ്പോഴും. യാ അള്ളാ, ഞങ്ങളെ നല്ല മുസ്ലിങ്ങളാക്കി മാറ്റണേ, ഞങ്ങളെ ഹലാൽ സ്വപ്നങ്ങൾ നിറവേറ്റി തരണേ, ഞങ്ങളെ ജന്നത്തിൽ പ്രവേശിപ്പിക്കണേ. ഇങ്ങനെയുള്ള ദുആകള് എപ്പോഴും ദുആ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇങ്ങനൊരു ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്കറാണ് ഇപ്പം കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അള്ളാഹുമായി ബന്ധം ശക്തമാക്കുക. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റാൻ നോക്കാം. നിസ്കാരം സമയത്ത് നിസ്കരിക്കാം. ഖുർആന് എന്നും ഓതി മനസ്സിലാക്കാൻ ശ്രമിക്കാം. മാക്സിമം അർത്ഥസഹിതം മനസ്സിലാക്കാൻ ശ്രമിക്കാം. പിന്നെ സുന്ദരമായ ദുആകൾ വെച്ച് ഓരോ ദിവസവും ഓരോ ദുആകളെങ്കിലും പഠിച്ച ദിവസവും ദുആ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കാം. നമ്മുടെ സ്വഭാവത്തിൽ വരുത്തേണ്ട മാറ്റം, നമ്മൾ സത്യസന്ധത ശരിക്കും പുലർത്തുക. സത്യസന്ധത പുലർത്തുക എല്ലാവരോടും, മാതാപിതാക്കളോട്, ഭർത്താവിനോട്, മക്കളോട്, അയൽക്കാരോട്, എല്ലാവരോടും നല്ല പെരുമാറ്റം കാണിക്കാം. സഹോദരന്മാർക്ക് എല്ലാവർക്കും സഹായിയായിട്ടിരിക്കുക. കോപം, ദേഷ്യം, അസൂയ, പിൻഭാഷണം, അഹങ്കാരം, പരദൂഷണം, ഇവയൊക്കെ ഒഴിവാക്കാം. പിന്നെ ശരീഅത്തിന്റെ നിയമപ്രകാരം ജീവിക്കാൻ ശ്രമിക്കാം. ഹിജാബ്, ശരീഅത്ത് പ്രകാരമുള്ള ഹിജാബ് പാലിക്കാം. ഹിജാബ് എന്നുള്ള പേരല്ലാതെ ശരീഅത്ത് അനുശാസിക്കുന്ന രീതിയിലുള്ള ഹിജാബ് പാലിക്കാൻ ശ്രമിക്കാം. ഭക്ഷണത്തില്, വരുമാനത്തില്, ജീവിതത്തിലെല്ലാം ഹലാലായത് മാത്രം സ്വീകരിക്കാം. ഇപ്പം നുണ പറഞ്ഞിട്ട് കിട്ടുന്നതോ അല്ലെങ്കിൽ പലിശ കിട്ടുന്നു, അങ്ങനെ ഹലാൽ അല്ലാത്ത രീതിയിൽ കിട്ടുന്നതൊന്നും സ്വീകരിക്കാതിരിക്കുക. ഹലാലായത് മാത്രം സ്വീകരിക്കാം. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിന്റെ മാർഗങ്ങളിൽ പിന്തുടരാൻ ശ്രമിക്കാം. പിന്നെ ആരോഗ്യവും ശുചിത്വം, ശരീരം, വസ്ത്രം, വീട് എല്ലാം ശുചിയായി സൂക്ഷിക്കാം. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാം. മാനസിക ശാരീരിക ആരോഗ്യം സംരക്ഷിക്കാം. അടുത്തതായിട്ട് എപ്പോഴും പഠിക്കാം. നമ്മളെ വിജ്ഞാനാന്വേഷണം നിർത്തരുത്, പഠനം നിർത്തരുത്. ഇസ്ലാമിക വിജ്ഞാനം, ഇപ്പൊ ഖുർആന്, ഹദീസ്, ഫിഖ്, ഇതൊക്കെ പഠിക്കാൻ ഒരു കുറച്ച് സമയമെങ്കിലും ദിവസവും കണ്ടെത്തുക. അതുപോലെ ലോകവിജ്ഞാനം,
ഇപ്പൊ നമുക്ക് ജോലി ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം എങ്ങനെ കൂടുതൽ നന്നായിട്ട് നോക്കാം, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാം, ഗുണകരമായ കാര്യങ്ങൾ മാത്രം പഠിക്കാൻ ശ്രമിക്കാം. വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ടുള്ള പഠിപ്പ് പഠിക്കാതിരിക്കാം. നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞത് ജന്നത്ത് നേടുക അല്ലെ. നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമാക്കി വെക്കേണ്ടത്. അതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് സ്വർഗം നേടുക എന്നുള്ളതാണ്. അപ്പം സമൂഹം, കുടുംബം, ഉമ്മത്ത് എല്ലാം എല്ലാവരും നന്മയിൽ കൊണ്ടുപോകും. നമ്മുടെ അയൽവാസികളാണെങ്കിലും നമ്മളെല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, എല്ലാവരെയും നന്മയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാം. ഇനി ഞാന് ആ ദൈനംദിന മുസ്ലിം ട്രാക്കർ പറഞ്ഞതാ. ആദ്യമേ ഞാൻ പറഞ്ഞത് എന്താണ് ഈ മുസ്ലിം ട്രാക്കർ എന്ന് പറയുന്നത്. ട്രാക്കർ എന്ന് വെച്ചാൽ നമ്മൾ ദിവസം ചെയ്യുന്ന കാര്യം അതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി സൂക്ഷിക്കുന്ന ഒരു സംഭവമാണ്. എന്നിട്ട് നമ്മൾ ദിവസവും രാത്രിയിൽ അല്ലെങ്കിൽ എപ്പോഴാണോ സമയം ആ സമയത്ത് നമ്മൾ നോക്കിയിട്ട് ഇനി കാര്യങ്ങളൊക്കെ ചെയ്തോ എന്നുള്ളത് ടിക്ക് ചെയ്യാം. അപ്പം ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളെ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് അതിന് ഇപ്പുറം ഒരുപാട് കള്ളികൾ വരയ്ക്കാം. എന്നിട്ട് ഓരോ ദിവസവും ഈ കള്ളികളിൽ ടിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ചിലപ്പം ഫസ്റ്റത്തെ ദിവസം തന്നെ എല്ലാത്തിലും ശരിയിടാൻ കഴിഞ്ഞോളണമെന്നില്ല. പിന്നെ പിന്നെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമ്മളുടെ ഈ ഒരു പെർഫെക്റ്റ് മുസ്ലിം ആവാനുള്ള യാത്ര എളുപ്പമാക്കിക്കൊണ്ടേയിരിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം ഒന്നാമത്തെ കാര്യം ഫജ്റിന് എഴുന്നേൽക്കുക. അപ്പം ഫജ്റിന് എഴുന്നേൽക്കുക എന്ന് എഴുതിയിട്ട് ഇവിടെ വലിയ ബോക്സിൽ ഇപ്പം ഒരാഴ്ചക്കുള്ളത് അല്ലെങ്കിൽ 30 ദിവസത്തിലേക്കുള്ള ഇതുപോലെ ഇതുപോലെ ഉണ്ടാവും. ഇതുപോലെ നമ്മള് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ടിക്ക് ചെയ്യുക. ഇപ്പം ഇതിന്റെ നേരെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഓരോന്ന് ഇതുപോലെ ഒരുപാട് കളികൾ വരച്ചിട്ട് അതിൽ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഖുർആൻ വായിക്കുക, നിസ്കാരം സമയം പാലിച്ച് ചെയ്യുക. ഇതൊക്കെ ചെയ്തോ എന്നുള്ളത് നമ്മൾ ശരിയിട്ടോണ്ടിരിക്കാം. ഇതുപോലെ ശരിയിട്ടോണ്ടിരിക്കാം. രാവിലെ വൈകുന്നേരം അടുക്കാറ് ഓതിയോ, ദുആ ചെയ്തോ, വീട്ടുജോലികളും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ സന്തോഷത്തോടെ ചെയ്തിരുന്നോ, വിജ്ഞാനം നേടാൻ സമയം കണ്ടെത്തിയണോ, രാത്രി വിത്ർ തഹജ്ജുദിന് ശ്രമിക്കാം. അപ്പോൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം. ദിവസം ആത്മപരിശോധന, ദിവസം നമ്മുടെ തന്നെ പരിശോധിക്കാം നമ്മൾ ഇന്ന് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒരു കാര്യം ഓർമ്മിക്കാനുള്ളത്, പൂർണ്ണമായ മുസ്ലിമ എന്നത് കുറ്റങ്ങളൊന്നും ചെയ്യാത്തവൾ എന്നല്ല അർത്ഥം. കുറ്റം സംഭവിക്കുമ്പോൾ തന്നെ ഉടൻ അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ട് വരുന്നവളാണ്. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മള് മനുഷ്യരാണ്, നമ്മളെ തെറ്റ് പറ്റിയ സ്വാഭാവികമാണ്. ഇനി അടുത്തതായിട്ട് ഞാന് പൂർണ്ണമായിട്ടുള്ള ഒരു മുസ്ലിം ട്രാക്കറാണ് പറയുന്നത്. ഒരു ദിവസം ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അതുപോലെ എഴുതിയെടുക്കുക. ഇതിലുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ എഴുതിയെടുക്കണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത്, എന്തൊക്കെയാണോ ഇപ്പം കറക്റ്റ് അല്ലാതെ ഇരിക്കുന്നത്, അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാക്കർ ഉപയോഗിക്കാം.
ഫജ്റിന് സുബഹിക്ക് എഴുന്നേൽക്കുക, നേരത്തെ എഴുന്നേൽക്കുക. അപ്പം ഡെയിലി സുബഹിക്ക് അതേ സമയത്ത് എഴുന്നേൽക്കുന്നവരാണ് വെച്ചാൽ പിന്നെ പ്രത്യേകിച്ച് വേണ്ടല്ലോ, അവർക്ക് റൊട്ടീനായി കഴിഞ്ഞു, അതൊരു ശീലമായി കഴിഞ്ഞു. ഫജ്റിന് എഴുന്നേൽക്കുക, വുളൂ ചെയ്തു, ഫജ്ർ നിസ്കാരം നിസ്കരിക്കുക, ഖുർആന് 1-2 പേജ് ഓതുക, രാവിലെ അദ്കാറ് ദുആകള് ചെയ്യാ. പിന്നെ ദിവസത്തേക്കുള്ള നല്ല ഉദ്ദേശം നിയത്ത് ചെയ്യുക, ഇന്നത്തെ ഉദ്ദേശം എന്താണെന്നുള്ളത് നിയത്ത് ചെയ്യുക. പിന്നെ പകൽ സമയത്ത് 5 നിസ്കാരം സമയം പാലിച്ചന്നെ ചെയ്യുക. ഉമ്മ ഉപ്പ അല്ലെങ്കിൽ കുടുംബത്തിന് സ്നേഹം സേവനമൊക്കെ കൊടുക്കുക. ഹിജാബും ഇസ്ലാമിക പെരുമാറ്റവും പാലിക്കുക. ദിവസവും ആരെങ്കിലും സഹായിക്കുക, നല്ല വാക്ക് പറയാം, അല്ലെങ്കിൽ നമ്മളെ ചിരി കൊണ്ടോ എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുക. ഹലാൽ ഭക്ഷണം മാത്രം കഴിക്കുക. കുറഞ്ഞത് ഇപ്പം ഹലാൽ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഹലാൽ തന്നെയല്ലേ കഴിക്കുന്നത്, പക്ഷെ നമ്മൾ ഹലാൽ ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും നമ്മളിപ്പോൾ KFC അങ്ങനെയൊക്കെ ഉള്ള ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ഓർക്കണം ഇത് ഹലാലായ അർത്ഥതായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കും മാക്സിമം. ഓക്കെ, ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ എവിടെയാണെങ്കിലും നമ്മൾ ഉറപ്പിക്കണം ഇത് ഹലാലായ രീതിയിൽ അർത്ഥതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഹലാലായ ഭക്ഷണമാണ്. പിന്നെ നമുക്ക് ഹലാലല്ലാതായി മാറുന്ന ഭക്ഷണങ്ങൾ എന്ന് വെച്ചാല്, നമ്മളൊരു വീട്ടിൽ ചെന്നു, അവിടുന്ന് ഭക്ഷണം തന്നു, പക്ഷെ അവർക്ക് മനസ്സിൽ നമ്മൾ തിന്നരുത് അല്ലെങ്കിൽ നമുക്ക് തരണ്ടായിരുന്നു എന്നുള്ളതായിരിക്കും. അങ്ങനെയുള്ള അവരെ പൊരുത്തത്തോട് കൂടി അല്ലാത്ത ഭക്ഷണങ്ങളൊന്നും ഹലാലായ ഭക്ഷണങ്ങളല്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കാം. ദിവസവും അതൊരു ശീലമാക്കി മാറ്റാം. ഇസ്ലാമിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയത് ദിവസവും പഠിക്കാം. മഗ്‌രിബ് ഇശാന്റെ സമയം നിസ്കരിച്ച് സമയം പാലിച്ച് ചെയ്യുക. വൈകുന്നേരം വീണ്ടും ദുആ ചെയ്യുക, അദ്കാർ ചെയ്യുക. 5 മിനിറ്റ് നമ്മളെ എന്തൊക്കെ ചെയ്തു എന്നുള്ള, ഇന്നൊരു നല്ല മുസ്ലിമേ ആയിരുന്നോ എന്നുള്ള മുഹാസബ ചെയ്യുക. ഖുർആന് ഹദീസ് ഓതാൻ ശ്രമിക്കാം. പിന്നെ നമ്മളെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക, ഇതും ഇബാദത്താണ്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കലും നമുക്ക് ഇബാദത്താണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇബാദത്തിലേക്കാണ് വരിക, നമ്മള് നിയത്ത് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഉറങ്ങുന്നതിന് മുമ്പ് ഈ തഹജ്ജുദ് നിസ്കരിക്കാൻ ഉണരുമെന്ന് ഉറപ്പുള്ളവർക്ക് തഹജ്ജുദിന് ശേഷം വിത്ർ നിസ്കരിക്കുന്നതാണ് നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വിത്റിനെ എപ്പോഴും അവസാനത്തെ നിസ്കാരമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. തഹജ്ജുദിന് എണീറ്റെന്ന് സംശയമുള്ളവർക്ക് വിത്ർ ഇശാന്റെ ശേഷം തന്നെ നിസ്കരിച്ചിട്ട് കിടക്കുക. വിത്ർ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിത്റും തഹജ്ജുദും നിർബന്ധവും നമുക്ക് സുന്നത്തും ആക്കിയ ഒരു നിസ്കാരമാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നന്മകളുള്ള ഒരു നിസ്കാരമാണ് തഹജ്ജുദും എല്ലാതും. നമ്മളെ അള്ളാഹുവിലേക്ക് ഒരുപാട് അടുപ്പിക്കുന്ന നിസ്കാരങ്ങളാണ്. ഉറക്കത്തിന് മുമ്പ് ദുആ ചെയ്യാ, ആയത്തുൽ കുർസി, 3 ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, നാസ്, അതുപോലെ ആമന റസൂല്, ഇങ്ങനെയുള്ള കാര്യം. പിന്നെ അങ്ങനെ ചെല്ലി കയ്യിലൂതി നമ്മുടെ ശരീരം മുഴുവനും മന്ത്രിച്ചതിന്റെ ശേഷം കിടക്കുന്നത്. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള സുന്നത്തുകളൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ എന്നും എന്തിനൊക്കെ നന്ദി പറയേണ്ട കാര്യങ്ങളുണ്ടെന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് അതിന് നന്ദി പറയാം. അള്ളാഹു എന്റെ കണ്ണ് തന്ന കാഴ്ച തന്നിട്ടുണ്ട്, കാണുന്നുണ്ട് അൽഹംദുലില്ലാഹ്, കേൾക്കുന്നുണ്ട് അൽഹംദുലില്ലാഹ്. ഇങ്ങനെ നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ കിട്ടിയ അനുഗ്രഹങ്ങളെ ആലോചിച്ചിട്ട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. നീ എന്തൊക്കെ നിയമത്താണ് അള്ളാഹു എനിക്ക് തന്നത് എന്ന് ആലോചിച്ചിട്ട് അതിന് അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ തഹജ്ജുദിന് വേണ്ടിയിട്ട് അലാറം സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ വെള്ളിയാഴ്ചക്ക് മാത്രമായിട്ട് വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതുക. തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കാൻ ശ്രമിക്കുക.
മാസത്തിൽ ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു സദക്ക സഹായം ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ ഇസ്ലാമിക ക്ലാസ്സിൽ പഠനത്തിൽ എപ്പോഴും പങ്കെടുക്കുക. ഇപ്പോഴത്തെ കാലത്ത് ഈ യൂട്യൂബ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു സംഭവമാണ്. കൂടാതെ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് ഇസ്ലാമിക് ക്ലാസ് ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പങ്കെടുക്കാം. അതൊക്കെ ഒരുപാട് ബർക്കത്തും റഹ്മത്തും കിട്ടുന്ന കാര്യങ്ങളാണ്. ഇനി നേരത്തേലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഇനി അടുത്തത് പറയുന്നത്. ദീനിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങള് പറഞ്ഞ പോലെ ഫജർ നിസ്കാര സമയത്ത് നിസ്കരിക്കണമെങ്കിൽ പിക്ക് ചെയ്യാം. പിന്നെ ഖുർആൻ പാരായണോ ഹിഫ്ള് കുറഞ്ഞത് ഒരു പേജെങ്കിലും ഓതിക്കണോ. അപ്പൊ പിന്നെ അദ്കാറ് ഇടുക, രാവിലത്തെ അദ്കാറ് ഇടുക. ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ളുഹർ നിസ്കാരം, അസർ നിസ്കാരം, മഗ്‌രിബ്, വൈകുന്നേരമുള്ള അദ്കാറ്, ഇസ്തിഗ്ഫാറ്, 100 വട്ടം ഇസ്തിഗ്ഫാറ്, 100 വട്ടം സ്വലാത്ത്. ഈ 100 എന്നുള്ളത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പം നമുക്ക് 500 ആക്കി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ 1000 ആക്കി മാറ്റാൻ പറ്റും. ഇപ്പൊ ഒരാൾ 1,00,000 ഇസ്തിഗ്ഫാർ ചെല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1000 ഇസ്തിഗ്ഫാർ ഒരു ദിവസം ചെല്ലിയാല് 100 ദിവസം കൊണ്ട് ഒരു 3.5 മാസം കൊണ്ട് 1,00,000 ഇസ്തിഗ്ഫാറായി മാറും. അതുപോലെ തന്നെ സ്വലാത്തും ദിവസം ഇത്ര വെച്ചിട്ട് കണക്കാക്കി ചെല്ലുക. അപ്പൊ നമുക്ക് ഒരുപാട് ദിവസം ഒരുമിച്ച് കൂട്ടുമ്പോൾ ഒരു വലിയ സംഖ്യയാക്കി മാറ്റാൻ പറ്റും. അതൊക്കെ നമ്മളെ നിയത്തായിരിക്കും. ഞാൻ 1,00,000 ചെല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് അത് അച്ചീവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു സന്തോഷം കൂടുതൽ കിട്ടും. മറ്റേ നമുക്ക് 100 ആയാലും കുഴപ്പമില്ല, 50 ആയാലും കുഴപ്പമില്ല, 25 ആയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഹിഫ്ള് റിവിഷൻ നമ്മൾ പഠിച്ച ആരായാലും ഖുറാനിൽ കുറച്ച് ഭാഗമെങ്കിലും ഹിഫ്ളാക്കിയവരായിരിക്കും. ഇനി മുഴുവൻ ഹിഫ്ള് അല്ലെങ്കിലും അപ്പം നമ്മൾ ഹിഫ്ളാക്കിയ പാഠങ്ങളെ എന്തായാലും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്നോ ഹിഫ്ളാക്കി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് മറക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഓടുന്നതിൽ തെറ്റ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വീണ്ടും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. രാത്രി വിത്റ് തഹജ്ജുദ് നിസ്കരിക്കാം. പിന്നെ നമ്മളെ പറ്റി നോക്കേണ്ടത് ഇന്നും മൃദുവായിട്ട് സംസാരിച്ചു, ആരെയും വേദനിപ്പിക്കില്ല. അങ്ങനെയാണെന്ന് വെച്ചാല് ഇവിടെ ടിക്ക് ചെയ്യാം. സഹനവും ക്ഷമയും പുലർത്തുക. ഇന്ന് ക്ഷമ പുലർത്തുന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാം. റീബത്ത് നിമിമത്തൊക്കെ ഒഴിവാക്കിയെങ്കിൽ ആരെ കുറ്റം കേട്ടിട്ടില്ല, ആരെ പറ്റി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ടിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുടുംബത്തോട് മറ്റുള്ളവരോടൊക്കെ സ്നേഹവും കരുണയും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യാൻ പറ്റും. അള്ളാഹുവിനോട് നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യത്തിനും എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഈ ദുനിയാവിലെ കാര്യങ്ങള് ആരോഗ്യകരമായ ഭക്ഷണം അത് നമ്മളെ ഹലാൽ ഗോൾസ് ആണ്. നമ്മുടെ ദുനിയാവിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഗോൾസ് ആവും ഹലാൽ ആരോഗ്യമായിട്ടുള്ള ഭക്ഷണം. അതുപോലെ ഇന്ന് ഇത്ര വ്യായാമം ചെയ്തു, അല്ലെങ്കിൽ 20 മിനിറ്റ് നടന്നു, അല്ലെങ്കിൽ 30 മിനിറ്റ് നടന്നു. ഇങ്ങനെ നമ്മളെ ഹെൽത്തിനെ നോക്കേണ്ടതുണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 8 ഗ്ലാസ് വെള്ളം കുടിച്ചു, വീട്ടുജോലികൾ പൂർത്തിയാക്കി, ബിസിനസ്, പഠനം, മാർക്കറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ പ്രോജക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പുതിയൊരു കാര്യം പഠിച്ചു. നമ്മളെ സ്വന്തമായിട്ടുള്ള ആത്മപരിപാലനം, സെൽഫ് കെയർ, നമ്മെ തന്നെ സ്നേഹിക്കണം എന്നാണ്. നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നു അതേപോലെയാണ് നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയാവുന്നതാണ്. നമ്മളെ സ്നേഹിക്കാതെ എനിക്ക് അവരോടൊക്കെയാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ശരിയായ സ്നേഹം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് ഒന്നാമത്തെ കാര്യമാണ് ജേർണലിങ് ചെയ്യാം. ജേർണലിങ് എന്ന് പറഞ്ഞാല് നമ്മള് ദിവസം എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതൊരു ട്രാക്കറാണ്, ഇതൊക്കെ ജേർണലിങ്ങിൽ ഉൾപ്പെടുത്താതാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതുപോലെ നമ്മളെ നാളത്തെ പ്ലാൻ എന്താണ്, ഇന്ന് എന്തൊക്കെ സാധിപ്പിച്ചെടുത്തു. ഡയറി എഴുതുക. ഡയറിന് ഒരു തരം ഡയറി എഴുതുന്നതിനാണ് ജേർണലിംഗ് എന്ന് പറയാം. ഡയറിയിൽ നമ്മൾ ആദ്യമൊക്കെ അന്നാന്നത്തെ മാത്രമേ എഴുതുകയുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല,
നമ്മളെ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് അത് സാധിപ്പിച്ചെടുക്കാനുള്ള ഒരു മാർഗമായിട്ട് ജേർണലിങ്ങിനെ കാണുന്നുണ്ട്. അപ്പം അതുപോലെ അൽഹംദുലില്ലാ കുറിപ്പുകൾ എഴുതാം. അൽഹംദുലില്ലാ ഇന്ന് എനിക്ക് എഴുതി. അപ്പൊ എന്തൊക്കെയാണ് എന്നും എന്തൊക്കെയുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ശരീരത്തിന് തന്നെ ചോദിക്കാം. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നിയമത്തുകൾ എന്തൊക്കെയുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അറിയാൻ പറ്റും നമുക്ക് കിട്ടിയ നിയമത്തുകൾ അവർക്ക് എന്തൊക്കെ ഇല്ലാത്തതെന്ന്. ഈവൻ നമ്മൾ ശ്വാസം വരുന്നത് വരെ നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹമാണ്. അത് ഒരു സെക്കൻഡ് നിന്ന് പോയാൽ ഉള്ള ബുദ്ധിമുട്ട് അവിടെ ചെന്നാൽ അറിയാം. അപ്പം അള്ളാഹു നമ്മൾ അത്രയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അള്ളാഹ്ക്ക് എപ്പോഴും നന്ദി പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ 7-8 മണിക്കൂർ ഉറക്കം. ഇനി 7-8 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറെങ്കിലും ഉറങ്ങുക. അത് ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഉറങ്ങാൻ ശ്രമിക്കുക. ഇനി രാത്രി തഹജ്ജുദും മറ്റുമായിട്ട് നിസ്കരിച്ച് ഇബാദത്തുമായിട്ട് സമയം തികയാത്തവർക്കാണെങ്കിൽ ളുഹറിന്റെ ശേഷം കുറച്ച് സമയം ഉറങ്ങുക. അസർ വരെ ഉറങ്ങിയിട്ട് ളുഹറിന്റെ ശേഷം കുറച്ച് സമയം ഉറങ്ങുക. പിന്നെ സോഷ്യൽ മീഡിയ നിയന്ത്രണം. ഇന്ന് സോഷ്യൽ മീഡിയ നിയന്ത്രണം പാലിച്ചോ എന്നുള്ളത് നോക്കിയിട്ട് അത് ചെയ്യുക. കുടുംബവുമായി ഗുണമേന്മയുള്ള സമയം നമ്മൾ ഫാമിലിയായിട്ട് ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യണം. കുട്ടികളെ കാര്യം നോക്കാന്ന് വെച്ചാൽ കുട്ടികളെ ചീത്ത പറഞ്ഞാൽ അതാക്കല്ലേ ഇതാക്കല്ലേ മറ്റേതാക്കല്ലേ അങ്ങനെയല്ല. കുട്ടികളെ ഒരുമിച്ച് ഇരുത്തി അവരോട് സംസാരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് ഫുഡ് കഴിച്ച് നല്ല സന്തോഷമുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. കാരണം മക്കളാണ് അല്ലെങ്കിൽ അവരാണ് ഇവരാണ് വീട്ടില് എത്ര അംഗങ്ങൾ ഉണ്ടെങ്കിലും അവരുമായിട്ടൊക്കെ നല്ല സ്നേഹത്തിലും നല്ല സന്തോഷത്തിലും കഴിയാൻ ശ്രമിക്കാം. പിന്നെ ദീർഘകാല ലക്ഷ്യങ്ങൾ. ഇപ്പോ ദീർഘകാല ലക്ഷ്യം ഹിഫുള്ളാവാം, ഒരു പുതിയ പാഠം പഠിക്കണം, അല്ലെങ്കിൽ പഠിച്ചതൊക്കെ റിവിഷൻ ചെയ്യണം, സദക്ക ചെയ്യണം. പണം നമുക്ക് പണം സദക്ക ചെയ്യാം, കാരുണ്യം സദക്ക ചെയ്യാം, നമ്മളെ അറിവുകൾ സദക്ക ചെയ്യാൻ പറ്റും. നമ്മളെ ചിരി വരെ മറ്റുള്ളവർക്കുള്ള ചേർക്കാണ്. അപ്പൊ അതിലെന്തെങ്കിലുമൊക്കെ ദിവസം ചെയ്യാൻ ശ്രമിക്കാം. നാളെയുടെ പ്ലാൻ, നാളെ എങ്ങനെ വേണം എന്നുള്ളത് പ്ലാൻ ചെയ്യാം. നാളെ ഇതിലേക്കാളും നല്ലതാവണമല്ലോ. നമ്മൾ ഇന്ന് ചെയ്തതിനേക്കാളും നല്ലതാക്കാൻ നാളെ ശ്രമിച്ചുകൊണ്ടിരിക്കാം. പിന്നെ നമ്മൾ എന്നും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. യാ അല്ലാഹ് എനിക്കൊരു നല്ല മുസ്ലിമയായി ജീവിക്കാനും ഹലാൽ സ്വപ്നങ്ങൾ നേടിയെടുക്കാനും ഇപ്പം മദീനയിൽ പാർക്കാൻ ആഗ്രഹമുള്ളവർക്ക് മദീനയിൽ പാർക്കാനും ജന്നത്ത് ലഭിക്കാനും ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ ആഗ്രഹങ്ങളുള്ളത് അതൊക്കെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ദുആ ബക്കറ്റ് ലിസ്റ്റ് എന്നാണ് അതിന് പറയാം. ഓക്കെ, ദുആ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാം. അപ്പം നമ്മൾ തഹജ്ജുദിന്റെ സമയത്തൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവൻ അള്ളാഹിനോട് ചോദിക്കാനുള്ള സമയമാണ്. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചോദിക്കുമ്പോൾ അള്ളാഹു ഏഴാനാകാശത്തേക്ക് ഇറങ്ങി വരും എന്നാണ് പറയുന്നത്. ആകാശത്തിന്റെ താഴെ തട്ടിലേക്ക് ഇറങ്ങി വരും നമ്മുടെ ദുആക്ക് ഉത്തരം തരാൻ വേണ്ടിയിട്ട്, സ്വീകരിക്കാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ മാക്സിമം ദുആകളെ ഉൾപ്പെടുത്തുക. പിന്നെ വേറൊരു കാര്യമില്ല, ഞാനിങ്ങനെ പറയുമ്പോൾ പലരുടെയും തെറ്റിദ്ധാരണ ഞാൻ ഇതൊക്കെ ചെയ്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ചെയ്യുന്ന ആളായിട്ടാണ് പറയുന്നത്. ഒരിക്കലും അല്ല. ഞാൻ ഇന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാനേ, അല്ലാതെ ഒരിക്കലും ഞാൻ ഇതെല്ലാം ചെയ്തിട്ടല്ല നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ആ ഒരു തെറ്റിദ്ധാരണ എന്റെ കാര്യത്തിൽ വിസിബിൾ സ്റ്റേപ്പ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഒരു പെർഫെക്റ്റ് മുസ്ലിമായിട്ട് ജീവിക്കാനും പെർഫെക്റ്റ് മുസ്ലിമായി മരിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. ഇത് ഖുർആൻ ഹിഫ്ള് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ട്. അപ്പം ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.